റോമിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് സമ്മാനമായി നൽകിയ സാന്ത അനസ്താസിയ ബസിലിക്കയുടെ മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ബസിലിക്കയുടെ റെക്ടർ ബഹുമാനപ്പെട്ട ബാബു പണാട്ടുമണമ്പിലച്ചൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നൂറ്റാണ്ടുകളുടെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ദേവാലയത്തിന് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള നിരവധി ചരിത്രങ്ങളുണ്ട്, നിരവധി വിശേഷങ്ങളുണ്ട്. അത്തരം ഒരു വിശേഷപ്പെട്ട ഒരു ബസിലിക്ക തന്നെയാണ് ദിവംഗതനായ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് സമ്മാനമായി നൽകിയത്. നമുക്ക് ആ ബസിലിക്കയുടെ വിശേഷങ്ങൾ അച്ഛനിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. അച്ഛാ, സ്വാഗതം. വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു ദേവാലയമാണ് ഇത്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതകൾ, ചരിത്ര പ്രാധാന്യം അച്ഛനൊന്ന് പങ്കുവയ്ക്കാം. റോം എന്ന് പറയുന്ന നഗരം 7 കുന്നുകളുടെ മുകളിലാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കുന്നാണ് പാലറ്റൈൻ കുന്ന്. നമ്മുടെ ബസിലിക്ക സാന്ത അനസ്താസിയ നിലകൊള്ളുന്നത് പാലറ്റൈൻ കുന്നിലാണ്. ഈ ബസിലിക്കയുടെ തൊട്ടടുത്ത് കാണുന്നതാണ് റോമൻ ഫോറം, പുരാതന റോമൻ സാമ്രാജ്യം. ഇത് ഇന്ന് തീർത്ഥാടകർക്ക് വേണ്ടി ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ചുറ്റളവിൽ കെട്ടിത്തിരിച്ച് പണം കൊടുത്ത് കയറി കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇതിൻ്റെ ഒരു ഭാഗത്താണ് കൊളോസിയം. കൊളോസിയം ഈ റോമൻ ചക്രവർത്തിമാർക്ക് സന്തോഷിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് കാണാനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് കൊളോസിയം. അപ്പോൾ അങ്ങനെയുള്ള ഈ റോമൻ ഫോറത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ബസിലിക്ക. ചരിത്രം പറയുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കത്തോലിക്ക സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ട് ആദ്യം പണിതീർത്തിരിക്കുന്ന പള്ളികളിൽ ഒന്നാണ് ഈ അനസ്താസിയ ബസിലിക്ക. ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ബസിലിക്ക ഇവിടുന്ന് വേണമെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറത്തുണ്ട്, സാന്ത സബീന ബസിലിക്ക. ഈ 2 ബസിലിക്കകളാണ് ഏറ്റവും ആദ്യം പണിതീർത്തിരിക്കുന്ന ബസിലിക്ക. ഇത് പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് പണിതു. പിന്നെ ഇതിൻ്റെ പേര് അനസ്താസിയ ബസിലിക്ക എന്നാണ്. അനസ്താസിയ എന്ന് പറയുന്ന പുണ്യവതി പ്രധാനപ്പെട്ട ലുത്തിനിയെ പാടുമ്പോൾ അതിനകത്ത് പരാമർശിക്കുന്ന ഒരു വിശുദ്ധയാണ് അനസ്താസിയ ബസിലിക്ക. 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായി മരിച്ച നോബിൾ ലേഡി, ആ സ്ത്രീയാണ് അനസ്താസിയ ബസിലിക്കയായി പിന്നീട് പേര് കൊടുത്ത ഈ ബസിലിക്കയുടെ പുറകിലുള്ളത്. ഈ ബസിലിക്ക പല നൂറ്റാണ്ടുകളിൽ ഇതിൻ്റെ റെനോവേഷൻ നടന്നിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഇത് പണിതു. പിന്നീട് പല നൂറ്റാണ്ടുകളിൽ ഇതിൻ്റെ പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, 4-ാം നൂറ്റാണ്ടിൽ പണിതീർത്ത ബസിലിക്കയുടെ പ്രധാനപ്പെട്ട ചുമരുകളെല്ലാം ഇന്നും ഈ കാണുന്ന ബസിലിക്കയുടെ ഒരു 40 അടിയോളം താഴ്ചയിൽ ഇന്നും അത് സൂക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ അത് ഒരു പുനരുദ്ധാരണം നടത്തി അധികം താമസിയാതെ ടൂറിസ്റ്റുകൾക്ക് അത് കാണാൻ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ ഈ ബസിലിക്ക കാണാൻ വരുന്നവർക്ക് അതുകൂടെ കണ്ട് തിരിച്ചു പോകാം. 4-ാം നൂറ്റാണ്ടിൻ്റെ മുതലുള്ളൊരു ചരിത്രം ഈ ഒരു ദേവാലയത്തിനുണ്ട്. പള്ളിക്ക് 4-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമുണ്ട്. ഇന്ന് കാണുന്ന ഈ ബസിലിക്കയുടെ രൂപം 1722 ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ബസിലിക്ക രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ബസിലിക്കയുടെ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. 1000 മുതൽ, കൊല്ലവർഷം 1000 മുതൽ കർദിനാൾമാർക്ക് ടൈറ്റിൽ ബസിലിക്കയായിട്ട് കൊടുക്കുന്ന ബസിലിക്കകളിൽ ഒന്നാണ് ഈ അനസ്താസിയ ബസിലിക്ക. 1000 മുതൽ ഇടവിടാതെയുള്ള ചരിത്രം കർദിനാൾമാർക്ക് ബസിലിക്ക ടൈറ്റിൽ ദേവാലയമായിട്ട് കൊടുത്തിരിക്കുന്നതിൽ അനസ്താസിയ ബസിലിക്കയുണ്ട്. നിരവധി വിശുദ്ധാത്മാക്കൾ ഈ ബസിലിക്കയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, കുർബാന ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെറോം എന്ന് പറയുന്ന വിശുദ്ധൻ. ജെറോമിനെ സഭാചരിത്രം പഠിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേരറിയാം. ബൈബിളിൻ്റെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമൻട്രി എഴുതിയിരിക്കുന്നത് ജെറോമാണ്. ജെറോം 3-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നാട്ടിൽ നിന്ന് റോമിലേക്ക് വന്നപ്പോൾ 2 പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകൾ കൊണ്ടുവന്ന് ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്ന്, മാതാവ് യൗസേപ്പിതാവിന് വിവാഹ ദിനത്തിൽ സമ്മാനമായി കൊടുത്തിരിക്കുന്ന മേലങ്കി.
മറ്റൊന്ന് മാതാവിൻ്റെ ശിരോവസ്ത്രം. ഇത് രണ്ടും ഈ പള്ളിയിലാണ് നൂറ്റാണ്ടുകളായി തിരുശേഷിപ്പുകളായി സൂക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളിൽ അത് കാണാൻ ആളുകൾക്ക് അവസരമുണ്ട്. ശേഷം പറഞ്ഞ പോലെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇനി ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട് അല്ലേ? നമുക്ക് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, 1722 ഇന്ന് കാണുന്ന ഈ ബസിലിക്ക ഇതുപോലെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ബസിലിക്കകത്ത് കടന്നാൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ തറയിൽ നിരവധി പല കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന മാർബിൾ സ്ലാബുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബസിലിക്ക എന്നും ഏതെങ്കിലും ഒരു കർദിനാളിൻ്റെ സ്ഥാനിക ദേവാലയമായിരുന്നു. അങ്ങനെയുള്ള കർദിനാൾമാർ അവരുടെ കാലഘട്ടത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒട്ടേറെ സ്ലാബുകൾ ഈ ബസിലിക്കയുടെ പല ഭാഗത്ത് തറയിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ബസിലിക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര വിവരിച്ചാലും മതിയാകുകയില്ല. ഈ ബസിലിക്കയിൽ 15-ാം നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാർ വർഷത്തിലൊരിക്കൽ വന്ന് ദിവ്യബലി അർപ്പിച്ചിരുന്ന ബസിലിക്കയാണത്. അതിനൊരു ചരിത്രം കൂടെയുണ്ട്. ബസിലിക്കയുടെ നാമധാരിയായ അനസ്താസ്യ പുണ്യവതിയുടെ തിരുനാൾ ഡിസംബർ മാസം 25-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്മാർക്ക് ഒന്നിൽ കൂടുതൽ കുർബാന നിയോഗാർത്ഥം ചൊല്ലാൻ കഴിയുന്ന ഡിസംബർ 25-ാം തീയതി മാർപ്പാപ്പമാർ അതിരാവിലെ 6 മണിക്ക് വന്ന് ഈ പള്ളിയിൽ കുർബാന ചൊല്ലുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഡൊമിനിക്ക്, വിശുദ്ധ ജെറോം, മറ്റു പല വിശുദ്ധന്മാരും ഈ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ദിവ്യബലി അർപ്പിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, റോമിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഭക്തി ആദ്യമായിട്ട് ആരംഭിച്ചത് ഈ പള്ളിയിലാണ്. മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള നൊവേന ചൊല്ലി ആളുകൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അടുത്ത കാലം വരെ ഒരു നിത്യാരാധന പള്ളിയായിരുന്നു ഇത്. 24 മണിക്കൂറും ആരാധന നടന്നിരുന്ന പള്ളി. നമ്മളെ ഈ ബസിലിക്ക ഏൽപ്പിക്കുന്നത് 2020 ജൂലൈ മാസത്തിലാണ്. 2022 മാർച്ച് മാസം മുതൽ എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്ന സീറോ മലബാർ സഭയുടെ റോമിലുള്ള ഏക ദേവാലയമാണ് ഈ അനസ്താസ്യ ബസിലിക്ക. ചരിത്രമുറങ്ങുന്ന ഈ പള്ളി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയാണ് നമുക്ക് നൽകിയത്. 2019 ആദിലീമിനെ വിസിറ്റിന് വേണ്ടി മെത്രാന്മാർ വന്നപ്പോൾ സീറോ മലബാർ വിശ്വാസികൾ റോമിൽ ധാരാളമുണ്ടെന്നും നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളിയില്ല എന്നും പരിശുദ്ധ പിതാവിനോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയ പള്ളിയാണ് ഈ അനസ്താസ്യ ബസിലിക്ക. ഇന്ന് റോമിലുള്ള 5000-ഓളം വരുന്ന സീറോ മലബാർ വിശ്വാസികൾ ഈ ദേവാലയം ഒരു സ്വന്തം പള്ളി പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അനുവാദം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുരാവസ്തുവാണ്. 4-ാം നൂറ്റാണ്ട് മുതലുള്ള പുരാവസ്തു ആയതിൻ്റെ പേരിൽ നമുക്ക് ഇത് സ്വന്തമായിട്ട് തരികയോ അതല്ലെങ്കിൽ നമ്മുടെ പേരിലേക്ക് മാറ്റുകയോ ഒന്നും ചെയ്യുക സാധ്യമല്ല. പക്ഷേ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി ഇത് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ അനസ്താസ്യ ബസിലിക്കയിലുള്ള തിരുശേഷിപ്പുകളുടെ അൾത്താരയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 25ഓളം വരുന്ന പഴയകാല വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ അലമാരിയുടെ ഉള്ളിലുണ്ട്. അത് ഓരോ കാലഘട്ടത്തിൽ സഭയ്ക്ക് കിട്ടിയ വിശുദ്ധരെ പുരാതന പള്ളിയായ ഈ അനസ്താസ്യ ബസിലിക്കയിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പേരുകളെല്ലാം എഴുതിയിരിക്കുന്ന ഒരു ചെറിയ പട്ടിക ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഏതെല്ലാം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് ഈ കൂട്ടത്തിലുള്ളത്. ധാരാളം തീർത്ഥാടകർ എല്ലാ ദിവസവും രാവിലെ മുതൽ ഈ പള്ളിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് സന്ദർശിക്കാനായിട്ട് വരും. പള്ളിയുടെ
ചരിത്രമുറങ്ങുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവരോട് വന്ന് കണ്ട് തൃപ്തി അടഞ്ഞു പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ പള്ളിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തിയാണ് എൻ്റെ ഈ വലതുഭാഗത്ത് കാണുന്ന കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഭക്തി ആദ്യം റോമിൽ തുടങ്ങിയത് ഈ അനസ്താസിയ ബസിലിക്കയിലാണ്. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഭക്തി അടുത്ത കാലത്ത് വളരെയേറെ പ്രചരിച്ചിട്ടുണ്ട്. ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വരുന്ന ആളുകൾ ഒരു പ്രത്യേക നിയോഗത്തോടു കൂടെയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ കുരുക്കുകൾ ഒരു കെട്ടായിട്ട് രൂപപ്പെടുത്തി ഇവിടെയുള്ള പാത്രത്തിൽ അവർ നിക്ഷേപിക്കും. ഇതിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കും. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന ചൊല്ലുമ്പോൾ ഈ കുരുക്കുകൾ അതെടുത്ത് പ്രാർത്ഥനാപൂർവം ഒരു ശുശ്രൂഷയുടെ ഭാഗത്തിൽ അത് കത്തിക്കുന്നു. ആളുകൾ തങ്ങളുടെ കുരുക്കുകൾ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അവരുടെ വലിയ വിശ്വാസം. ഈ ബസിലിക്കയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തി കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പുറകിൽ കാണുന്ന മാതാവിൻ്റെ സ്റ്റാച്യു വളരെ പ്രത്യേകതയുള്ള ഒരു സ്റ്റാച്യു ആണത്. നമുക്കധികം കണ്ടുപരിചയമുള്ള മാതാവിൻ്റെ ഒരു രൂപമല്ല ഈ സ്റ്റാച്യുവിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ലുത്തനിയയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് മാലാഖമാരുടെ രാജ്ഞി. മാലാഖമാരുടെ രാജ്ഞിയുടെ സ്റ്റാച്യു ആണ് എൻ്റെ പുറകിൽ ഈ ബസിലിക്കയിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിക്കുന്ന മാതാവിൻ്റെ രൂപം. ഇതിൻ്റെ പ്രത്യേകത മാതാവിൻ്റെ ഉടുപ്പിൽ മാലാഖമാർ തൂങ്ങിക്കിടക്കുന്നതാണ്. ഒരു പക്ഷേ മാലാഖമാർ രാജ്ഞി എന്നുള്ള ലുത്തനിയിൽ ചൊല്ലുന്നത് അതിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടാകണം ഇങ്ങനെ ഒരു സ്റ്റാച്യു രൂപപ്പെട്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മാലാഖമാർ രാജ്ഞി എന്നുള്ള മാതാവിൻ്റെ ഈ ഒരു പ്രതിമയോട് വലിയ ഭക്തിയുണ്ട്. മാതാവിനെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ബസിലിക്കയിലുള്ള പ്രത്യേകത മാതാവിൻ്റെ രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്ന മാലാഖമാരുടെ ഈ ഒരു സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ധാരാളം തീർത്ഥാടകർ ഈ പള്ളിയിൽ വരുമ്പോൾ ഈ പള്ളിയുടെ ചരിത്രം പഠിച്ചും ഈ പള്ളിയിൽ സൂക്ഷിക്കുന്ന തിരുശേഷിപ്പുകളെക്കുറിച്ച് വായിച്ചറിഞ്ഞുമാണ് അവരോട് വരുന്നത്. നമുക്ക് ഈ പള്ളി തന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന സ്ലാബുകളിൽ കാണുന്ന കാര്യം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു മാർബിൾ സ്ലാബാണ്. ഇത് ഇവിടെയുള്ള അൾത്താരയുടെ സൈഡിലാണ് ഈ സ്ലാബ് ചുമരിൽ പതിച്ചിരിക്കുന്നത്. ഈ സ്ലാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ പള്ളിയിൽ 3 പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകൾ ജെറോം കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തേത് ലേഞ്ഞി സേക്രഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശിൻ്റെ ഒരു കഷ്ണം. അത് ഈ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് സാന്താ ക്രോച്ചെ ജെറുസലേമെ എന്ന് പറയുന്ന റോമിൽ മറ്റൊരു പള്ളിയുണ്ട്. അവിടെയാണ് കുരിശിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തിരുശേഷിപ്പുള്ളത്. അക്കൂട്ടത്തിൽ കൊണ്ടുവന്ന തിരുശേഷിപ്പിൽ ഒരു കഷ്ണം, വിശുദ്ധ കുരിശിൻ്റെ ഒരു കഷ്ണം ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് വേലി ബയാത്തീസിമെ വെർജിനിസ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സഡ് വെർജിൻ മാതാവിൻ്റെ ശിരോവസ്ത്രം. അത് ഈ പള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ ശിരോവസ്ത്രം. മൂന്നാമത്തേത് ക്ലമീദിസ് സാൻ ജോസഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മേലങ്കി. ഈ 3 തിരുശേഷിപ്പുകളും നൂറ്റാണ്ടുകളായി സൂക്ഷിക്കുന്ന പള്ളിയാണ് ഈ അനസ്താസിയ പള്ളി. ഇന്ന് ഈ തിരുശേഷിപ്പുകൾ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ എപ്പോഴും പുറത്തു വച്ചിട്ടില്ല. എന്നാൽ റോം രൂപതയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. റോം രൂപതയാണ് അതിൻ്റെ കസ്റ്റോഡിയൻ, അതല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണത്. പ്രധാനപ്പെട്ട അവസരങ്ങളിൽ നാം റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താക്കോല് നമുക്ക് തരുന്നു. നമ്മളതെടുത്ത് പുറത്ത് വയ്ക്കുന്നു.
അവരുടെ നിയന്ത്രണത്തോടുകൂടെ ആളുകൾ കണ്ട് വണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അതെടുത്ത് വളരെ പവിത്രമായ വിശുദ്ധമായൊരു സ്ഥലത്ത് അത് വീണ്ടും സൂക്ഷിക്കുന്നു. അത്രയ്ക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളി കൂടിയാണിത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അനസ്താസിയ ബസിലിക്ക നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിൽ പണിതീർത്ത ബസിലിക്ക പല നൂറ്റാണ്ടുകളിൽ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന മാതാവിൻ്റെ രൂപം അത് പുരാതന പള്ളിയുടെ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന രൂപമാണ്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ അത് നിലനിർത്തി അതിൻ്റെ മുൻപിൽ സക്രാരി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാം. ഇന്ന് ഈ സക്രാരി ഉപയോഗിക്കുന്നില്ല, മറ്റൊരു കപ്പേളയിലുള്ള സക്രാരിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചുമരിലുള്ള മാതാവിൻ്റെ ചിത്രം അത് അതിപുരാതനമാണ്. ഏതോ നൂറ്റാണ്ടുകളിൽ മാതാവിൻ്റെ പേരിൽ വലിയ ഭക്തിയുള്ള ഒരു ഭക്തി ഈ പള്ളിയിൽ ഉണ്ടായിരുന്നതിൻ്റെ തെളിവാണ് ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മാതാവിൻ്റെ ചിത്രം. അത് ഇന്നും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഈ ചുമര് ഇന്നത്തെ രീതിയിൽ കാണുന്നത് പഴയ ചുമരിൻ്റെ ബാക്കിയാണത്. അതങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പൗരാണികത്വം സംശയിക്കാൻ ഒരല്പം പോലും സാധ്യതയില്ലാത്ത രീതിയിൽ ഈ പള്ളിയിൽ പൗരാണികത്വം നിലനിർത്തുകയാണ്. അനസ്താസ്യ പള്ളിയിൽ അനസ്താസ്യ പുണ്യവതിയുടെ മാർബിളിൽ തീർത്ത ഒരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്റ്റാച്യു ആണ്. എൻ്റെ ഈ പുറകിൽ പ്രധാന അൾത്താരയുടെ താഴെയായി മാർബിളിൽ തീർത്തിരിക്കുന്ന സ്റ്റാച്യു നമ്മൾ കാണുന്നത്. ഈ പള്ളി സിറോ മലബാർ സഭയെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരാധനക്രമ അനുഷ്ഠാന രീതി അനുസരിച്ച് ഈ അൾത്താര ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ ഈ പുണ്യവതിയുടെ രൂപം ഒരിക്കലും മറച്ചു കളയാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഇതിൻ്റെ മുൻപിൽ ഒരു അൾത്താര രൂപപ്പെടുത്തി വിശുദ്ധ ബലിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അനസ്താസ്യ പുണ്യവതിയുടെ മാർബിൾ രൂപമാണ് ഇവിടെ ഈ പ്രധാന അൾത്താരയുടെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്നത്. അത് 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായിട്ട് മരിച്ച ചെറുപ്പക്കാരിയാണ് അനസ്താസ്യ പുണ്യവതി. ഈ അനസ്താസ്യ ബസിലിക്കയിൽ ചരിത്രമുറങ്ങുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഈ കാണുന്ന പ്രധാനപ്പെട്ട ഇരിപ്പിടം. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമ്മികന് വന്ന് ഇരിക്കാൻ വേണ്ടി ചുറ്റപ്പെടുത്തിയിരിക്കുന്ന ഇരിപ്പിടമാണിത്. കത്തീഡ്രലുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഇരിപ്പിടത്തിന് തുല്യമായ രീതിയിലാണ് ഈ അനസ്താസ്യ ബസിലിക്കയുടെ പ്രധാന അൾത്താരയ്ക്ക് തൊട്ട് പുറകിലായി ഇങ്ങനെ ഒരു ഇരിപ്പിടം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ അൾത്താര പഴയ അൾത്താര ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ ഇരിപ്പിടം ഏതോ ഒരു കാലഘട്ടത്തിലെ കർദിനാളിൻ്റെ പ്രധാനപ്പെട്ട ചിഹ്നമായ അതാണ് ഈ കസേരയിൽ മാർബിളിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പടം വരയ്ക്കുകയാണെന്ന് തോന്നും, എന്നാൽ മാർബിൾ പീസുകൾ അതിൻ്റെ നിറത്തിൽ ചിട്ടപ്പെടുത്തി മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഇരിപ്പിടമാണ് ഈ അനസ്താസ്യ ബസിലിക്കയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അനസ്താസ്യ ബസിലിക്ക നിൽക്കുന്ന സ്ഥലം റോമിലെ ഹൃദയമാണെന്ന് പറയാം. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് പുരാതന റോമൻ ഫോറം, അതിൻ്റെ അടുത്താണ് കൊളോസിയം, അതിൻ്റെ അടുത്താണ് ചിർക്കോ മാസിമോ എന്ന് പറയുന്ന സ്റ്റേഡിയം. അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രധാനപ്പെട്ട ഇന്ന് കാണുന്ന സ്ഥലങ്ങൾ ഈ ബസിലിക്കയുടെ ചുറ്റുമാണ്. ചരിത്രം പറയുന്നത് മതമർദ്ദകരായ ചക്രവർത്തിമാർ ഈ പരിസരത്താണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. എന്ന് പറഞ്ഞാൽ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, രക്തസാക്ഷികളുടെ നിണമണിഞ്ഞ മണ്ണിലാണ് സഭ വളർന്നു വന്നിട്ടുള്ളത്. അത് സത്യമാണ്. ഈ നിൽക്കുന്ന സ്ഥലം രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ട് കുതിർന്ന മണ്ണാണ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും
ക്രിസ്തീയത വളർന്നു വന്നത് ഈ റോമിൻ്റെ മടിത്തട്ടിൽ രക്തസാക്ഷികളുടെ ചൂടുള്ള ചുടുനിണം കൊണ്ട് തന്നെയാണ് എന്ന് ഈ സ്ഥലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ ഇട്ടിയപ്പാറ. ഞാൻ തലശ്ശേരി അതിരൂപതാംഗമാണ്. റോമിൽ ഏകദേശം 1.5 വർഷമായി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിലാണ്. പ്രത്യേകിച്ച് സാന്ത അനസ്താസ്യ എന്ന നമ്മുടെ സഭയുടെ കേന്ദ്രമായിട്ടുള്ള ദേവാലയത്തിൽ ഇവിടെ ഒരു ഇടവകയുടെ എല്ലാ അനുഭവങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ശുശ്രൂഷകൾ നടത്തുവാനുമുള്ള ഒരവസരം റോമിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സന്തോഷമുണ്ട്. കാരണം ഞാൻ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി 23 വർഷമായി വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഫാമിലി അപ്പോസ്തലേറ്റിൽ 5 കൊല്ലം സേവനം ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ എല്ലാ രൂപതകളുടെയും അംഗങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് ചിതറിപ്പാർക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ തീർച്ചയായിട്ടും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് ഫാമിലി അപ്പോസ്തലേറ്റ്, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ. ഇവിടെ ഞങ്ങൾ 2 അച്ഛന്മാർ ഒരുമിച്ച് അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ അത്ഭുതത്തോടെ പറയാൻ പറ്റും. നമ്മളുടെ ഇവിടെ ഈ റോമിൽ വസിക്കുന്ന ആളുകൾ വളരെ താല്പര്യത്തോടെ ആത്മീയ ശുശ്രൂഷകളെ കാണുന്നു. വളരെ സ്നേഹത്തോടെ ഈ ആത്മീയ കാര്യങ്ങളിൽ തങ്ങളുടെ പ്രത്യേകമായ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ സംതൃപ്തിയോടുകൂടി സേവനം ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ഇടവക സംവിധാനങ്ങളുടെ ഒരു കെട്ടുറപ്പ് ഒരുപക്ഷെ ഇവിടെ കിട്ടുകയില്ല. കാരണം നമ്മുടെ ആളുകൾ വളരെ ദൂരങ്ങളിൽ വളരെ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടി നമ്മളുടെ പൈതൃകമായി ലഭിച്ച നമ്മുടെ ആരാധന പാരമ്പര്യങ്ങളൊക്കെ തുടരുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണെങ്കിലും അവരതിനോട് വളരെയധികം സഹകരിക്കുന്നുണ്ട്. നമ്മുടേതായ രീതിയിൽ നമ്മുടെ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ആത്മീയ പൈതൃകങ്ങളെല്ലാം തുടരാൻ വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം, അതിനുവേണ്ടി അവർ കൊടുക്കുന്ന വില, അതിനുവേണ്ടി എടുക്കുന്ന ത്യാഗം ഞാൻ പലപ്പോഴും ഇവിടുത്തെ തിരുനാളുകളൊക്കെ ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പോലെ തന്നെ തിരുനാളുകളൊക്കെ ഈ റോമാ നഗരത്തിൽ നടത്താൻ വേണ്ടി അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ ഓശാന തിരുനാളിന് നാട്ടിൽ നിന്നും ഓലയൊക്കെ മുഴുവനായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്രകാരം നമ്മളുടെ ആളുകൾക്ക് ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഓർക്കാനായിട്ട് പറ്റും. വളരെ കൂട്ടായ്മയോടുകൂടി എല്ലാ രൂപതകളിൽ നിന്നുള്ള ആളുകൾ വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഇവിടെ ഒരുമിച്ചൊരു ഇടവക കൂട്ടായ്മ എന്ന പോലെ ജീവിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഇവിടെ നൈറ്റ് വിജിൽ, ജാഗരണ പ്രാർത്ഥനയൊക്കെ വളരെ സജീവമായി നടക്കുന്നുവെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ നാട്ടിൽ തന്നെ അത് വളരെ ദുഷ്കരമാണ്, രാത്രി മുഴുവൻ ആരാധന ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അതിനും ആളുകൾ ഇത്രയും ദൂരങ്ങളിൽ നിന്ന് വരുന്നു, അതിനൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു വലിയ ഭാഗ്യം, ഒരു പക്ഷേ ഇവിടെയുള്ള വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുശേഷന്മയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. ആളുകൾ എപ്പോഴും അന്വേഷിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ എവിടെയാണ് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ അങ്കി വെച്ചിരിക്കുന്നത് കാണണമെന്നാണ് പറയുക. അത് വെച്ചിരിക്കുന്ന എൻ്റെ മുറിയിലാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. ഞാൻ കിടക്കുന്ന കട്ടിലിനോട് ചേർന്നുള്ള അലമാരയിൽ അത് സൂക്ഷിച്ചിരിക്കുകയാണ്. അത് പൂട്ടി, അത് താക്കോല് ഇവിടുത്തെ രൂപതാ കേന്ദ്രത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു സാമീപ്യത്തിൽ കഴിയാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ റോമിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ സഭയുടെ ഒരു മഹത്വം മനസ്സിലാക്കാനായിട്ട് പറ്റുക. പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാരും എല്ലാവരും എപ്പോഴും കടന്നു വരുന്ന ഒരു സ്ഥലം, നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നിർവഹിക്കപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഒത്തിരിയേറെ സന്തോഷത്തോടെ ഇവിടെ സേവനം ചെയ്യാനും ഇവിടെ വരുന്ന എല്ലാവരെയും കാണാനും പ്രത്യേകിച്ച് റോമിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാലത്തെ ശുശ്രൂഷകൾ എന്നെയും ആത്മീയമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ശുശ്രൂഷകളെയും
മനോഹരമാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം വളരെ സുന്ദരമായി ഒരു സുവിശേഷ പ്രഘോഷണം പോലെ ലോകത്തെ അറിയിക്കാൻ മനസ്സാകുന്ന ഷെക്കീന ടെലിവിഷനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഫ്രാൻസിസ് മാർപ്പാപ്പ അക്ഷരാർത്ഥത്തിൽ വലിയൊരു സമ്മാനം തന്നെയാണ് സീറോ മലബാർ സഭയ്ക്ക് റോമിൽ നൽകിയിരിക്കുന്നത്. പാപ്പ സമ്മാനമായി നൽകിയ റോമിലെ സാന്ത അനസ്താസിയ ആ ഒരു ബസിലിക്കയിലെ ആ അപൂർവമായിട്ടുള്ള പ്രത്യേകതകൾ, അതിൻ്റെ ചരിത്ര പ്രാധാന്യം പ്രേക്ഷകർ ശ്രവിക്കുകയായിരുന്നു. രക്തസാക്ഷികളുടെ ചുടുനീളം വീണ ആ ഒരു മണ്ണിലാണ് ഈ ഒരു ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ഒപ്പം തന്നെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ ഒക്കെ മേലങ്കി, ആ ഒരു തിരുശേഷിപ്പ്, വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ്, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു പള്ളി തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ സീറോ മലബാർ സഭാ സമൂഹത്തിന്, സീറോ മലബാർ സഭയ്ക്ക് സമ്മാനിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ആ ഒരു സമ്മാനത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി ഉള്ളവരായിരിക്കാം. റോമിലെ സാന്ത അനസ്താസിയ ബസിലിക്കയുടെ മുൻപിൽ നിന്നും ഷെക്കീന ന്യൂസിനു വേണ്ടി ജോർജി ജോസ്.